ഇതുണ്ടോ, ഇത്രയും ഭാഗം പുല്ല് വലുതായിട്ട് മുളച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ സ്ഥലം ഇതുണ്ടോ, ഈ ഒരു മടൽ എടുക്കല്ലേ, ആ ഒരു മടൽ അവിടെ നിന്നുണ്ടോ, ആ ഒരു ശവമാണത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വൈറ്റ് ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു 7 മാസം മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ശ്മശാനത്തിൽ രാത്രി പോയിട്ടുള്ള ഒരു വീഡിയോ. ഇപ്പോൾ അതേ ശ്മശാനത്തിൽ ഒരു അജ്ഞാത മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ, ഒരു മാസമായിട്ടുള്ളൂ ആ ഒരു മൃതദേഹം സംസ്കരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബോഡീൻ്റെ അടുത്തേക്ക് പോകണം. എവിടെയാണെന്നറിയില്ല, ശ്മശാനത്തിൻ്റെ ഫ്രണ്ട് വഴി പോകാൻ പറ്റില്ല. ഞാൻ ശ്മശാനം കാണിച്ചു തരാം. പക്ഷേ നമ്മൾ പോകുന്നത് വേറൊരു സൈഡ് മതിൽ ചാടിയാണ് പോകുന്നത്. കാരണം ആ ഗേറ്റ് വഴി പോകുമ്പം തൊട്ടടുത്ത വീടുകാർ കാണും, വീട്ടിലുള്ളവർ കാണും. അതുകൊണ്ട് അത് മാറാൻ വേണ്ടി നമ്മൾ ഇത്രയും ടൈം വെയിറ്റ് ചെയ്തത്. ഇപ്പം ഏകദേശം 11:35 ടൈം രാത്രി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മതിൽ ചാടി കിടന്നിട്ട് ശ്മശാനത്തിനുള്ളിൽ കിടന്നിട്ട് ആ സംസ്കരിച്ച ബോഡി എവിടെയാണോ അവിടെ പോയിട്ട് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ 7 മാസം മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് പതുക്കെ ഞാൻ പറയുള്ളൂ, സൗണ്ട് കേൾക്കില്ല. സൗണ്ട് കുറച്ചേ ഞാൻ സംസാരിക്കുള്ളൂ. കാരണം തൊട്ടിട്ട് താഴെ വീടുകളുണ്ട്. ഈ ഒരു ടൈമിൽ അവിടെ കിടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഗ്രൗണ്ടിൽ പോയി വന്നു, പക്ഷേ അവിടെ കിടന്നിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് ഇപ്പം 11:35 നമ്മളൊന്നൂടെ പോവുകയാണ്. ഇതിൽ നമ്മൾ അതിനോട് കയറി പറ്റും എന്തായാലും. അപ്പം നമുക്ക് പോയി വരാം. ശ്മശാനത്തിൻ്റെ തൊട്ടടുത്തെത്തിട്ടോ. ഇനി ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യും. ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം മെയിൻ കവാടം. അവിടുത്തെ ഇത്രയും വലിയ മതിലാണ്. ഈ മതിൽ നമുക്ക് ചാടി കിടക്കാൻ പറ്റില്ല. ആ ഗേറ്റ് തുറന്നിട്ട് വരും. കണ്ടോ ഈ ഒരു ശ്മശാനാണ്. നമ്മളിനി അങ്ങോട്ട് കയറാൻ പോവാണ്. കണ്ടോ, തൊട്ടടുത്ത് ഇവിടുത്തെ വീടുണ്ട്. പിന്നെ അവിടെ കാണുന്നുണ്ട് വീട്, 2 വീടുണ്ട്. ഈ ഒരു മതിൽ നമ്മുടെ ഗേറ്റ് വഴി എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. കണ്ടോ, ഇതിൻ്റെ കവാടം ഉണ്ടോ? ഈ ഒരു ഗേറ്റ് വഴി നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ആ ഒരു വഴിക്ക് ഇതുണ്ടോ, ഇത്രയും വലിയ മതിലാണ്, വലിയ മതിലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയും, നമ്മൾ ആ ഒരു വഴിക്ക് മതിൽ ചാടി കടന്നു പോകട്ടോ. ജസ്റ്റ് ഇത് കണ്ടോ, ഈ കമ്പിവേലി നമ്മൾ ചാടി കിടക്കണം. അത് കാടാണ്. കമ്പിവേലി കഴിഞ്ഞാൽ തന്നെ കാടാണ്, ഫുൾ കാട്. നോക്കിയാൽ ഇത്ര വലിയ കാടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ കമ്പിവേലി ചാടി കിടക്കുന്നത് എങ്ങനെ അറിയാം, ഈ ഒരു കമ്പി താഴേക്ക് മേലേക്ക് വളച്ചാൽ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റും. ഇത് കണ്ടോ, ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ പന്നികളൊക്കെ പാസ് ചെയ്യുന്നൊരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മളൊന്ന് കയറാൻ പോകണം. കറണ്ട് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് നമുക്കവിടെ പോകാം. എൻ്റെ ദൈവം,
ഇവിടെ മൊത്തം കണ്ടോ ചക്ക കിടക്കുന്നത്. അതുപോലെ തന്നെ പന്നി വരാൻ ചാൻസ് കൊടുക്കണം. ഇവിടെയൊക്കെ ഈ സ്ഥലത്തൊക്കെ കണ്ടോ ഇതൊക്കെ ഈ മടൽ വെച്ചില്ലേ ഇവിടെ ഒരു ശവമുണ്ട് കണ്ടോ നീളത്തിലുള്ള. ഈ വീഡിയോയിൽ എത്ര വ്യക്തമെന്നറിയില്ല കറക്റ്റ്, പക്ഷേ അവിടുന്ന് ഇവിടം വരെ കണ്ടോ. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ആയിട്ട് വെച്ച് മറവ് ചെയ്ത് ശവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു കേട്ടോ. ഇവിടെ ഞാൻ ഇരിക്കാൻ കാരണം എന്താ പറയുക, നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വന്നതാണ്. ഇപ്പോൾ ടൈമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുവിധം ഉറങ്ങി. കാണുന്നുണ്ടോ പറയുക, കണ്ടോ 11:42 11:54 ടൈം. അപ്പം ഈ ഒരു ടൈമിൽ വരാൻ കാരണം എന്താ പറയുക, ഞാൻ സൗണ്ട് വെച്ച് സംസാരിക്കുന്ന കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഈ ഒരു ലൊക്കേഷൻ പ്രധാനപ്പെട്ടൊരു ശ്മശാനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ഇട്ട് വരാൻ കാരണം എന്താ പറയുക, കഴിഞ്ഞ മാസം മറവ് ചെയ്തൊരു ശവമുണ്ട് ഇവിടെ, ഒരു അജ്ഞാത മൃതദേഹം അന്വേഷണമൊക്കെ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഈ ഇരിക്കുന്നത് തൊട്ടടുത്ത് വരെ ശവമുണ്ട്. ഈ മണ്ണിട്ട് മൂടിയതൊക്കെ ഈ ഒരു പുല്ല് മുളച്ചൊക്കെ ശവമാണ്, ശവത്തിനടുത്ത് നിൽക്കുന്നത് മറവ് ചെയ്തെടുത്ത്. അപ്പോൾ ഇപ്പോൾ വരാൻ കാരണം എന്താ പറയുക, കഴിഞ്ഞ മാസം മറവ് ചെയ്തൊരു ശവം ഇവിടെ ഈ ഒരു ലൊക്കേഷനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യാൻ പോണത് ഇപ്പോൾ 11:55 കാണാം, കറക്റ്റായിട്ട് കാണാൻ വരും. 11:55 ഡേറ്റ് സൈഡ് ഇതിനകത്തുണ്ട്. അപ്പം ഇതൊരു ഫേക്കായിട്ട് എടുക്കുന്നതല്ല, ഒറിജിനലായിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പതുങ്ങിയിരുന്ന് സംസാരിക്കുന്നത്. നിന്നിട്ട് ഈ ലൈറ്റൊക്കെ കാണിച്ചാൽ താഴെ വീടുണ്ട്, അപ്പോൾ അവർ കാണും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ ഇവിടെ വന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു വീട്ടുകാർ ഉറങ്ങിയിട്ടില്ല, ലൈറ്റുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നാൽ ഇതൊരു മലിന നേരമായതുകൊണ്ട് ഇരുന്നാൽ കാണില്ല. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണത് ആ ഒരു ശവം കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ലൊക്കേഷനിലാണ് മൊത്തം കാട് പിടിച്ചിട്ടാണ്. പക്ഷേ ആ ശവം കാട് തെളിച്ചിട്ടാണ് അവിടെ മറവ് ചെയ്തതെന്ന് പറയുന്നത്. കറക്റ്റ് ഒരു മാസം മുന്നാണ്. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഇന്ന് അവിടെ പോയിട്ട് ആ ശവത്തിന് തൊട്ടടുത്ത് ടെൻ്റ് അടിച്ച് കിടക്കാൻ പോകണം. എത്ര ടൈം വരെ നിൽക്കാൻ പറ്റുമെന്ന് അറിയാം, ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോൾ ഫേക്കാന്ന് പറഞ്ഞ് വരുന്നതോടെ എന്നേ പറയാനുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇത് ലൊക്കേഷനിൽ വന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം നിങ്ങൾ വന്നാൽ ഈ ഇങ്ങനത്തെ ഒരു ടൈമിൽ. എന്നിട്ട് ഒരു കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ്. അപ്പം സപ്പോർട്ട് ചെയ്യുന്നവർ വലിയ താങ്ക്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരോട്. അപ്പം തുടർന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനത്തെ വീഡിയോകളൊക്കെ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു ടൈമിലാ ഇത് ശവമാണ്, ഞാൻ കാണിച്ചതില്ലേ ശവമാണിത്. എനിക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, അവിടെ തൊട്ട് ഇവിടെ വരെയൊക്കെ കാണുന്നുണ്ട് മണ്ണ് ഈ ഒരു അതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഫ്രഷായിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ശവം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ടെൻ്റ് അടിച്ച് ഒന്ന് കിടന്ന് നോക്കാം. ടെൻ്റ് കിടക്കും, ശവത്തിന് മേലെ കേട്ടോ ടെൻ്റ് കിടക്കും. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് തരാം. പിന്നെ പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടോ ഇത്രയും ഭാഗം പുല്ല് വലുതായിട്ട് മുളച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ സ്ഥലം ഇതുണ്ടോ, ഈ ഒരു മടൽ എടുക്കല്ലേ, ആ ഒരു മടലിന് അവിടെ നിന്നുണ്ടോ ആ ഒരു ശവമാണത്. വൻ മരങ്ങളാ, നിലയൊക്കെ അത് ശവപ്പുറമ്പാണോ എന്നറിയില്ല. പക്ഷേ ഇതൊരു ബോർഡറായി തോന്നുന്നു. ഇവിടെ നിങ്ങൾ താഴേക്കാണ് കണ്ടോ, അവിടെയൊക്കെ ഉണ്ട്. കാണിച്ചില്ല ഒന്നുകൂടെ വ്യക്തമായിട്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു ശവം കാണും. ഒന്നാമത് നമ്മൾ മെയിൻ ഗേറ്റ് കാണിക്കാൻ കാരണം അത് നമുക്ക് വരാൻ പറ്റില്ല. നമുക്ക് മതിൽ ചാടി കടന്ന് വന്നാണ്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ശവത്തിൻ്റെ അടുത്ത് കിടന്നിട്ടില്ല. ആ സ്ഥലം ഞാൻ കാണിച്ചു കേട്ടോ. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ ആയിട്ട് വരും. ഈ ഒരു ഭാഗത്താണ് അന്ന് നമ്മൾ ചെയ്തത്. അവിടെ ഒരു ശവം കണ്ടു. പിന്നെ രണ്ടാമത് ഒരു ശവം നമ്മളത് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇതൊരു ശവത്തിൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെച്ച മരമാണത് കണ്ടോ. അത് ഇത്രയും വളർന്നു. അന്നത് ചെറുതാണ് നമ്മൾ വെക്കും ചെയ്യുമ്പോൾ. ഈ ഒരു മരം ആ വീഡിയോയിലുണ്ട്. അത് ഈ ഒരു ഭാഗം കണ്ടോ. അന്ന് ആ ശവം എവിടെയാണെന്നറിയോ,
ഇതാക്കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, വരിയായിട്ട് ഇങ്ങനെ എന്തോ മുളച്ച് കണ്ടോ, ആ ഒരു ഭാഗത്ത് ആണ് മതിലിനോട് ചേർത്താണ് ആ ശവം കിടക്കുന്നത്. പിന്നെ അവിടെ അന്ന് ആ ഒരു മതിലിന് ബോർഡറിന് ചേർത്ത് അവിടെ കണ്ടിരുന്നു ഇതൊരു വലിയൊരു മരം. അപ്പോൾ നമ്മളന്ന് ചെയ്ത വീഡിയോ ഇവിടെ നിന്നാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊരു സാധനം. ആ താഴോട്ടൊക്കെ ഉണ്ട് ഒരു അജ്ഞാത മൃതദേഹം 1 മാസം മുന്നേ മരിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ അവരെ കുഴിച്ചിട്ടത് എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് എവിടെയാണെന്നുള്ളത്. ഇവിടെ നോക്കേ, കണ്ടോ എൻ്റെ അമ്മ, ഇത് നോക്കിയേ കണ്ടോ, കറക്റ്റ് 1 മാസം മുന്നേ മറവ് ചെയ്താൽ അത് കണ്ടോ, ഇത്രയും നീളത്തിൽ. പക്ഷെ ഇതിൻ്റെ തലഭാഗത്തൊന്നും കുഴിച്ചിട്ടായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ 11:59 ഇതുണ്ടോ, ഇവിടെയാണ്. അവിടെ എന്തോ ഒരു പുല്ല് പോയ സ്ഥലം കാണുന്നുണ്ട് കണ്ടോ, അത് ശവം തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു, കൺഫേമാണ്. എന്താ അറിയാം, ഒരു വലിയ വയസ്സായ ഒരാളാണ്. അപ്പോൾ അതിൽ തന്നെയാണ് സാധ്യത. കറക്റ്റാണ് കണ്ടോ, കണ്ടോ ഇതിനുള്ളിലാണ് ആ മനുഷ്യൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ടെൻറ്റ് വെക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ടെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ ടെൻറ്റ് ചെയ്യാൻ ഇവിടെ ഇപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് അങ്ങനെ കറക്റ്റായിട്ട് സൗണ്ടൊന്നും വെക്കാൻ പറ്റില്ല, ആരെങ്കിലും കണ്ടാൽ ഓടിക്കും തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ടെൻറ്റ് വെക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഇത്ര തൊട്ടടുത്ത് കണ്ടോ, ശവം ഇവിടെ ആണെങ്കിൽ ആ മറവ് ചെയ്ത സ്ഥലം ഇവിടെ ആണെങ്കിൽ ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, CCTV അവിടെ വെക്കുന്നുണ്ട്. അവിടെ വെച്ചാൽ നമുക്ക് അത്രയും ഭാഗങ്ങൾ മൊത്തം കവർ ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ടൈം വരെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ CCTV നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു പവർ ബാങ്കിൽ കണക്ട് ചെയ്താൽ ചേട്ടാ ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടേ, കറങ്ങാൻ തുടങ്ങിയല്ലോ, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പോൾ നേരെ മുന്നിലുള്ള പുല്ലൊക്കെ നമുക്ക് പറിച്ച് കളയാം, എന്നാലേ നമ്മൾ വിഷ്വൽ കറക്റ്റായിട്ട് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ കണ്ടോ, ഇത്തിരി അടുത്താണല്ലോ, തൊട്ടടുത്ത് ഒരു 50 സെൻറ്റിമീറ്റർ കൂടെ അല്ല, തൊട്ടടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ CCTV ഇവിടെ റെഡി ആയിട്ട് നമ്മൾ ഫോക്കസ് കറക്റ്റായിരുന്നു. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നോക്കി നോക്കാം. ചെരുപ്പ് ഏതായാലും ഇവിടെ അയച്ചു വെക്കാം, ശവത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. കണ്ടോ ഇങ്ങനെയുണ്ട്, അടിപൊളി കണ്ടോ. അവിടെ CCTV, അതിൻ്റെ വിഷ്വൽ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ അത് കണ്ടോ, കറക്റ്റായിട്ട് ടെൻറ്റിന് അഭിമുഖമായിട്ടുള്ളത് ആ ഒരു ഭാഗം ഇതിനകത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെക്കോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ CCTV കറക്റ്റായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡിവൈസിൽ കറക്റ്റായി കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എത്രമാത്രം കറക്റ്റാണെന്ന് ക്ലിയർ ആണെന്നറിയില്ല. കണ്ടോ, ഞാൻ നിൽക്കുന്നത് ഇരിക്കുന്നത് വരെ കാണുന്നുണ്ട് ആ ഒരു ഇതിനുള്ളിൽ കൂടെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓഫാക്കി വെക്കുകയാണേ. ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടൈമായി. ഈ ഒരു നെറ്റ് ഇട്ടാൽ കൊതുക് കയറില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത.
ഈ എന്താ പറയുക, ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അത്ര റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ അതിനിടയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടും. ഇത് ഒറിജിനൽ അല്ല, ഇത് അവൻ്റെ മേലെ വീട്ടിലുള്ള പറമ്പാണ്, അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറയുന്നത്, എന്നെ കോൺടാക്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേ മെസ്സേജ് അയച്ചിട്ട് ആ ലൊക്കേഷൻ ഒന്ന് കാണണമെന്ന് പറയാം, ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ. എന്നിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരിക, ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തോളൂ കേട്ടോ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ. അപ്പം ഇത്രയും സൗണ്ട് കുറച്ച് പറയാൻ കാരണം എന്താ പറയുക, താഴെ വീടുകളുണ്ട്, ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കും നോക്കാം. അങ്ങനത്തെ ഒരു ടൈമാണല്ലോ, അതുകൊണ്ട് എന്തോ ഒരു സൗണ്ട് കേട്ടു. പന്നി പോലുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. എന്തോ സൗണ്ട് ഞാൻ കേട്ടു. സൗണ്ട് കറക്റ്റായിട്ട് ടൈം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. 2:57 AM. എന്തോ കാര്യം പോലെ സൗണ്ട് കറക്റ്റായിട്ട് ഞാൻ കേട്ടോ, 2-3 വട്ടം. സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ എവിടുന്ന ഈ ഭാഗത്തൊന്നും അറിയില്ല. സമയം ഇത്ര ടൈമായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി പോകാൻ പേടി. ഇനി എന്ത് സംഭവിച്ചാൽ ഇവിടെ കുറച്ചുകൂടെ ഇവിടെ നിന്നിട്ട് നമ്മൾ പോകട്ടോ. ഇതാണെങ്കിൽ പോലെ തോന്നി, പേടിയുണ്ട്. ഇതാണെങ്കിൽ പോലെ തോന്നി. നമ്മളെ ലൈറ്റ് ഇതോളം വെച്ചുകൊണ്ട് കണ്ടോ ക്യാമറ കറക്റ്റ് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. ക്യാമറ അവിടേക്കാണ് പോണത്. കണ്ടോ ക്യാമറ തിരിയുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് ഒരു മനുഷ്യന് സാന്നിധ്യം, എന്തെങ്കിലും ജീവന സാന്നിധ്യം ഉണ്ടെങ്കിൽ ക്യാമറ അങ്ങോട്ട് തിരിയും.
എന്തോ ദൂരെ നിന്ന് വരുന്നൊരു സൗണ്ട് ഉണ്ട്. മഴ വരുന്നതാണോ ആണോ?